ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ഗോവയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. നല്ല തിരക്കാണ്, സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ട്രെയിനിലോട്ട് കയറാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഗോവയിൽ എത്തിയതിന് ശേഷം കാണാം കേട്ടോ ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഗോവയിലെത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ സീ കത്തീഡ്രലിലോട്ടാണ് കേട്ടോ പോകുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി കാണാനാണ് പോകുന്നത്. ഇപ്പോൾ പുണ്യാളനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത്. ഇപ്പോൾ അധികം തിരക്കില്ല. ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം തിരക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഉള്ളിലോട്ട് ഫോണൊന്നും അലൗഡ് ചെയ്യില്ല, അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. പള്ളിയുടെ ആ ഒരു കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ കോമ്പൗണ്ടാണ്, ആ ഒരു ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അലൗഡ് ചെയ്യില്ല അവർ. ഇവിടെ ഓൾറെഡി നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. പിന്നെ അത് ഈ ഒരു പള്ളിയുടെ ഉള്ളിലാണ് കേട്ടോ പുണ്യാളൻ്റെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുണ്യാളനെ കണ്ട് നേരെ ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. ഇവിടെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിവിടെ ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ട്, അതുപോലെ തന്നെ കഫ്റ്റേരിയ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ടീ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ കണ്ടോ കഫ്റ്റേരിയ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ഈ ബാമ്പുവിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോളുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാച്ചു ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റോളുകളുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു പള്ളിയുടെ ഫ്രണ്ട് വരുന്നത്. ഇവിടുന്ന് നേരെ ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് മാർക്കറ്റ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവട ഏരിയ പോലെ ഇങ്ങനെ തന്നെ കേട്ടോ. ഒരുപാട് കച്ചവടം ഉണ്ട്, പലതരത്തിലുള്ള സംഭവങ്ങൾ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഓൾഡ് ഗോവ ചർച്ചിലോട്ടാണ്. അവിടെയും ഇതുപോലെ തന്നെയാണ്, പള്ളിയുടെ ഉള്ളിൽ ഫോൺ അലൗഡ് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതെടുത്ത്. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, നേരത്തെ തന്നെ ക്രിസ്മസ് വന്നു. ഇവിടെ ക്രിബൊക്കെ ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പള്ളിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു പോർഷനാണ്. പള്ളിയുടെ ഉള്ളിൽ വേറെ നമുക്ക് ഒന്നും വീഡിയോ എടുക്കാനൊന്നും അവർ അലൗഡ് ചെയ്യില്ല. തിരക്കായതുകൊണ്ടാണ് അവരത് അലൗഡ് ചെയ്യാത്തതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് അഗോഡ ഫോർട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗോഡ ഫോർട്ടിലോട്ടാണ്. നമ്മൾ അഗോഡ ഫോർട്ടിലെത്തി അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ കൗണ്ടറിൽ കാണിച്ചിട്ട് നമുക്ക് നേരെ ഫോർട്ട് കാണാനായിട്ട് കയറാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ജയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കടലും കാണാനായിട്ടുണ്ട്. നമ്മൾ നേരെ ഇത് കാണാനായിട്ട് കയറാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ കയറി വരുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയണത്. ഈ കാണുന്നത് മൊത്തം കടലാണ്. നല്ല നൈസ് വ്യൂ ആണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഉള്ളത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല വ്യൂ ആണ്. ഈ കാണുന്ന ചെറിയ ചെറിയ ചതുരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ എത്തിച്ച് നോക്കി കഴിഞ്ഞാൽ കടലിലെ വെള്ളം കാണാനായിട്ട് പറ്റും നമുക്ക്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കടലിലെ വെള്ളം കാണാനായിട്ട് പറ്റും കേട്ടോ. നേരത്തെ നമ്മൾ കടൽ കണ്ടത് മുകളിൽ നിന്നിട്ടായിരുന്നു കേട്ടോ. ഇനി ഇതിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കടൽ കാണാനായിട്ട്. ഇനി നമ്മളിപ്പോൾ പോകുന്നത് ബാഗ ബീച്ച് കാണാനാണ് കേട്ടോ. ബാഗ ബീച്ച് നല്ല സൂപ്പർ സ്ഥലമാണ്. നൈറ്റായി കഴിഞ്ഞാൽ ഫുൾ വൈബാണ് കേട്ടോ. എനിക്ക് വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല, എനിക്കൊരു സ്പോട്ടാണ് കേട്ടോ. വന്നിട്ടുള്ളവർക്കറിയാം, ഫുൾ DJ പാർട്ടി, അങ്ങനെ ഫുൾ ഓണായിട്ടുള്ളൊരു ബീച്ചാണ്. നൈറ്റാണ് ഏറ്റവും സൂപ്പർ. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് കാണില്ല, പക്ഷെ നൈസ് വൈബാണ് കേട്ടോ ഗൈസ്.
ബാഗ ബീച്ചിൽ വന്നപ്പോൾ നമ്മൾ തിരിച്ച് കയറാനായിട്ട് ഒരുപാട് ലേറ്റായി. ഇവിടുത്തെ പബ്ബും അതുപോലെ തന്നെ ഡിജെയും നൈറ്റ് വൈബും ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ നിർത്തുകയാണ്. ബാക്കി ഗോവാക്കാർക്കൊക്കെ നാളെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്.